ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലി നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മെ സഹായിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാം വചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. Hebrews chapter 2 verse 16. For surely it is not angels he helps, but Abraham's descendants. Amen. യേശു കർത്താവ് ആരെ സഹായിക്കുവാനാണ് ഈ ഭൂമിയിൽ വന്നത്? ദൂതന്മാരെയല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ. എന്തുകൊണ്ടാണ് ദൂതന്മാരെ അല്ല എന്ന് നാം വ്യക്തമായി വായിക്കുന്നത്? നമുക്കറിയാം. ആമേൻ, സ്തോത്രം. പഴയ നിയമത്തിലും പ്രവാചക പുസ്തകങ്ങളിൽ നാം വായിക്കുന്നു, വീണുപോയ ദൂതന്മാർ ഈ ഭൂമിയിലുണ്ട്, അല്ലേ? സ്വർഗത്തിൽ സ്തോത്രം ദൈവത്തോടു കൂടി ആയിരുന്ന, മറ്റു ദൂതന്മാരോട് കൂടി ആയിരുന്ന ദൂതന്മാർ സ്തോത്രം വെട്ടേറ്റ് ഈ ഭൂമിയിൽ വീണു. അവർ സ്തോത്രം അഹങ്കരിച്ചതിൻ്റെ ഫലമായി, നിഗളിച്ചതിൻ്റെ ഫലമായി സ്തോത്രം ഞങ്ങൾ ദൈവത്തെക്കാൾ ഉയരണം എന്നുള്ള ഭാവം വന്നതുകൊണ്ട് സ്തോത്രം അവർ വെട്ടേറ്റ് താഴെ വീണു. ആ ദൂതന്മാരെ സഹായിപ്പാനല്ല യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. താണവരായ മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അവിടെ നാം വീണ്ടും വായിക്കുന്നു 17-ാം വചനം: ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ വായിക്കുന്നു: For this reason he had to be made like them, fully human in every way. എല്ലാ കാര്യത്തിലും യേശു മനുഷ്യ സാദൃശ്യത്തിലായി സഹോദരന്മാരോട് സദൃശ്യനായി തീർന്നു. അടുത്ത വചനത്തിൽ വായിക്കുന്നു: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. ഹല്ലേലൂയ. He himself suffered when he was tempted. He is able to help those who are being tempted. അപ്പോൾ എല്ലാ വിധത്തിലും പാപം ഒഴികെ മറ്റെല്ലാ വിധത്തിലും യേശു നമ്മെപ്പോലെ കഷ്ടങ്ങൾ സഹിച്ചു, വേദനകൾ സഹിച്ചു, പരീക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ എന്തിനു വേണ്ടിയാണ്? മനുഷ്യരായ നമ്മെ സഹായിക്കുവാൻ വേണ്ടി. പ്രിയ ദൈവമക്കളെ, ഏതിൽ നിന്നാണ് ഒന്നാമത് യേശു ക്രിസ്തു നമ്മെ സഹായിക്കുവാൻ ഇറങ്ങി വന്നത്? അതിൻ്റെ 14-15 വചനങ്ങളിൽ നാം വായിക്കുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. അപ്പോൾ യേശു കർത്താവ് വന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം, ഹല്ലേലൂയ, free those who all their lives were held in slavery by their fear of death. മരണഭീതിയാൽ അടിമകളായിരുന്നവരെ വിടുവിക്കുവാൻ. ആ മരണഭീതിയിലിരിക്കുന്നവരെ സഹായിപ്പാൻ ആരുമില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മരണഭീതിയോടെ ആയിരിക്കുന്നുവോ? ആ മരണഭീതിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, സഹായിക്കുവാൻ ആരുമില്ല. എന്നെ ആര് സഹായിക്കും? എന്നെ ആര് ഈ മരണഭീതിയാകുന്ന അടിമത്വത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? ചിലപ്പോൾ അത് രോഗഭയം നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നുണ്ടാകാം. ഈ രോഗത്താൽ ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള മരണഭയമായിരിക്കാം. അല്ല എങ്കിൽ സ്തോത്രം മാനുഷിക ഭയം ഒരു കെണിയാകുന്നു. ഏതെങ്കിലും മനുഷ്യരെ കുറിച്ചുള്ള ഭയങ്ങളായിരിക്കാം. ആ മനുഷ്യരാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന മരണഭയമായിരിക്കാം. സ്തോത്രം. അല്ല എങ്കിൽ പിശാചിനെ കുറിച്ചുള്ള ഭയമായിരിക്കാം. പിശാചിനെ അറ്റാക്ക് ചെയ്യുമോ, പിശാചിനെ തകർത്ത് കളയുമോ എന്നുള്ള ഭയമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ കടഭാരത്തെക്കുറിച്ചുള്ള ഭയമായിരിക്കാം. സ്തോത്രം സ്തോത്രം. ആമേൻ അതുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയല്ലാതെ വേറൊരു മാർഗവും എനിക്കില്ല. ആമേൻ എനിക്ക് മരണഭയമാണ് ആമേൻ എന്ന് ഭാരപ്പെടുന്നുണ്ടോ പ്രിയ ദൈവമക്കളെ? യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ആമേൻ സ്തോത്രം മരണഭീതിയിൽ അടിമകളായിരുന്ന മക്കളെ, ജഡരക്തങ്ങളോട് ഇരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്, അവരെ സഹായിക്കുവാൻ വേണ്ടിയാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഏത് ആമേൻ സ്തോത്രം കാറ്റഗറിയിലുള്ള പീപ്പിൾസ് ആയിരുന്നാലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ആമേൻ ജാതിയോ വർണ്ണമോ വർഗമോ മതമോ എന്ത് തന്നെ ആയിരുന്നാലും ഇതൊക്കെ മനുഷ്യർ ചെയ്ത കാര്യമാണ്. ഹല്ലേലൂയ. മനുഷ്യരുടെ ആമേൻ സ്തോത്രം സ്തോത്രം ആമേൻ ഡിവിഷൻസ് ആയതൊക്കെ. പക്ഷേ യേശുവിന് ദൈവത്തിന് അങ്ങനെ യാതൊരു വ്യത്യാസവുമില്ല. ഹല്ലേലൂയ. മക്കൾ, സഹോദരങ്ങൾ എന്ന് ബൈബിൾ പറയുന്നത് എല്ലാ മനുഷ്യരെയും കുറിച്ച് തന്നെയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആമേൻ കർത്താവ് മരണഭീതിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ, ഏത് വിധത്തിൽ നിങ്ങളെ സഹായിക്കുവാനും കർത്താവ് കഴിവുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ ജീസസ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 33 അധ്യായം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 30 ആമേൻ സ്തോത്രം 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 33 അധ്യായം അതിൻ്റെ 26 വചനം. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. Deuteronomy chapter 33 verse 26. There is no one like the God of Jeshurun who rides across the heavens to help you and on the clouds in his majesty. Hallelujah. ഈ ഭൂമിയിൽ എന്നെ ഈ മരണഭീതിയിൽ നിന്ന് സഹായിക്കുവാൻ, വിടുവിക്കുവാൻ ആരുമില്ലെന്ന് നാം കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ദൈവം മേഘാരൂഢനായി വരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സഹായത്തിനായി ആകാശത്തൂടെ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. Who rides across the heavens to help you. നിങ്ങളെ സഹായിക്കുവാൻ, ഇന്ന് നിങ്ങൾ ഏത് ഭീതിയിൽ ഏത് ഭയത്തിലായിരുന്നാലും നിങ്ങളെ വിടുവിക്കുവാൻ കർത്താവ് നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. ആമേൻ. ആർക്കും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കും. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഏക ഉദ്ദേശം ദൂതന്മാരെ സംരക്ഷിക്കുവാനല്ല, ദൂതന്മാരെ സഹായിക്കുവാനല്ല. കാരണം അവർ സ്പിരിച്വൽ ബോഡിയുള്ളവരാണ്, അവർക്ക് മരണമില്ല. ഹല്ലേലൂയ. ദൂതന്മാർക്ക് മരണമില്ല, എന്നാൽ മനുഷ്യർക്കോ മരണഭയം. ഹല്ലേലൂയ. അതുകൊണ്ട് താൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും യേശു കർത്താവ് വിടുവിച്ചു. ഇന്നും വിശ്വസിക്കുന്ന നമ്മെ ഓരോരുത്തരെയും വിടുവിക്കുവാൻ യേശു കർത്താവ് മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. വിടുവിച്ച് ആമേൻ നിത്യജീവൻ നൽകി മരണമില്ലാത്ത ആമേൻ സ്തോത്രം സ്തോത്രം ദുഃഖമില്ലാത്ത കണ്ണീരില്ലാത്ത ഒരു നാടുണ്ട്. സ്വർഗരാജ്യത്തിലേക്ക് കർത്താവ് നമ്മെ ചേർത്തുകൊള്ളും. ഈ നാളുകളിൽ വചനം വിശ്വസിക്കുക, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക, യേശു മാത്രം കർത്താവെന്ന് ഏറ്റുപറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം യേശുവിനെ സമർപ്പിക്കുക. കർത്താവ് നിങ്ങളെ നയിക്കും, നടത്തും. യഹൂദനെന്നോ യവനെന്നോ ദൈവത്തിന് വ്യത്യാസമില്ല. ഇവിടെ അബ്രഹാമിൻ്റെ സന്തതിയെ രക്ഷിക്കുവാനാണ്, സഹായിപ്പാനാണ് വന്നതെന്ന് എഴുതിയിരിക്കുന്നുവെങ്കിലും ആമേൻ സ്തോത്രം യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ആരും ഹല്ലേലൂയ, അത് അബ്രഹാമിൻ്റെ സന്തതിയായിരുന്നാലും ജാതികളായിരുന്നാലും ആരായിരുന്നാലും യേശു കർത്താവ് അവരെ സഹായിക്കും. ഹല്ലേലൂയ. ഈ വചനങ്ങൾ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ നാഥ, അങ്ങ് കർത്താവെ ദൂതന്മാരെ സംരക്ഷിക്കുവാനും രക്ഷിക്കുവാനും സഹായിക്കുവാനല്ല അപ്പോൾ വന്നത്, മനുഷ്യരായ ഞങ്ങളെ സഹായിക്കുവാൻ, ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളെ സംരക്ഷിക്കുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി കർത്താവെ കടന്നു വന്നത്. ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അവരോരോ പ്രിയപ്പെട്ടവരും ഏതൊക്കെ ഭയങ്ങളിൽ ഭീതിയിൽ കർത്താവെ മരണഭയത്തിലായിരുന്നാലും കർത്താവ് അവരെ രക്ഷിച്ച് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അവരുടെ സഹായത്തിനായി കർത്താവ് അവരുടെ
അടുക്കൽ ഇറങ്ങി വന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങൾ വിശ്വസിച്ച കർത്താവെ രക്ഷ പ്രാപിക്കുവാൻ, ആ സ്വർഗരാജ്യ അവകാശമാക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. എല്ലാ വിധത്തിലും കർത്താവ് സഹായകനായി കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.